ഹായ് അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദാല് കറിയാണ്. അത് നമ്മൾ ചപ്പാത്തിയുടെയൊക്കെ കൂടെ നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ദാല് കറി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 കപ്പ് ദാൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോരുത്തരുടെ വീട്ടിലെ അളവിനനുസരിച്ച് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 4 പേർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ 2 പ്രാവശ്യം നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. നല്ല അഴുക്കാണ്, നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുക. എന്നിട്ട് കഴുകിയെടുത്തിട്ട് നമ്മൾ കുക്കറിനകത്തോട്ട് ഈ ദാലിട്ടതിന് ശേഷം ഒരു 2 കപ്പ് അല്ലെങ്കിൽ ഒരു 3 കപ്പോളം വെള്ളം എത്ര വേണമെങ്കിലും വെച്ചു, കുഴപ്പമില്ല. കാര്യമെന്ന് വെച്ചാൽ പെട്ടെന്ന് ചവിട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. അന്നേരം ഒരു 2-3 കപ്പ് നമുക്ക് വെള്ളം നല്ലതുപോലെ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഞാനിവിടെ ഉപ്പ് ലായനി ആയതുകൊണ്ടാണ് ഒരു സ്പൂണോളം ഒഴിക്കുന്നത്. അങ്ങനെ അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചെറിയ തീ വെച്ചിട്ട് 3 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ദാല് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടുന്നത്. അങ്ങനെ ദാല് റെഡിയായി. ഇനി ബാക്കി നമുക്ക് പരിപാടി നോക്കാം. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തത്, എന്നിട്ട് ഒരു പച്ചമുളകും ചെറുതായി അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ മല്ലിയിലയാണ് എടുത്തേക്കുന്നത്. കസ്തൂരി മെത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്താൽ മതി. അതിനെക്കാട്ടി അപ്പോൾ അതിന് മാത്രമായിട്ട് ഞാൻ വാങ്ങിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ മല്ലിയില ഇടുന്നത്. അങ്ങനെ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടീസ്പൂണോളം നമ്മുടെ ചെറു ജീരകം ഉണ്ടല്ലോ, അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നില്ലേ, അത് നമുക്ക് ഇതിനകത്തിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം അതിൻ്റെ ഒരു ചെറിയൊരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എത്രത്തോളം നമ്മൾ ചെറുതായിട്ട് അരിയുന്നോ അത്രത്തോളം നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യും ഈ സവാളയൊക്കെ. അങ്ങനെ അത് നല്ലതുപോലെ എനിക്ക് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. വെറും ജസ്റ്റ് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി വീണ്ടും ഒന്ന് ഇടുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി നമ്മളുടെ എരിവിനനുസരിച്ച്, എരിവിന് അധികം വേണ്ട, ഞാനിവിടെ 1/2 ടീസ്പൂൺ ഇട്ടെന്നേ ഉള്ളൂ. കാലാണെങ്കിൽ കാല്, അത് ജസ്റ്റ് ഒരു കളറിൻ്റെ ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ദാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദാല് ആദ്യം നമ്മൾ ഒഴിക്കുമ്പോൾ കട്ടയാണ് എന്ന് വെച്ചാൽ നല്ലതുപോലെ അധികം നമ്മൾ വെള്ളം വെക്കാതെ 3 കപ്പ് വെള്ളം വെച്ചിട്ടാണിത് ഞാൻ വിസിലടുപ്പിച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് ആ കുക്കറിലുള്ളത് ഒഴിച്ചിട്ട് ബാക്കി കുറച്ച് വെള്ളവും കൂടെ അതിനകത്തോട്ട് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അന്നേരം കുക്കറിൽ ഇരിക്കുന്നതും കൂടെ നമുക്ക് വേസ്റ്റ് ആവത്തില്ല, നമുക്ക് നേരിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ടിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടൊമാറ്റോ ഉണ്ടായിരുന്നു. അതെനിക്ക് കിട്ടാൻ ലേറ്റായി, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിക്കാഞ്ഞത്. അങ്ങനെ ലാസ്റ്റ് ഞാൻ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചേക്കുന്ന ഇട്ടേക്കുവാണ്. ഇപ്പോഴും പറയുകയാണ്, കസ്തൂരി മേത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും നല്ലതാണ് കസ്തൂരി മേത്തി. അതിൻ്റെ ദാലിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കസ്തൂരി മേത്തിയാണ്. അങ്ങനെ ഞാനൊരു തക്കാളി അടിച്ച് വെച്ചേക്കുന്നത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി വെക്കാം. ഇളക്കി നല്ലതുപോലെ ഒന്ന് തിള വന്നാൽ മതി. തിള വന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടുപ്പത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ദാല് റെഡിയായിട്ടുണ്ട്. ഇത് എൻ്റെ റെസിപ്പിയല്ല, ഇത് എൻ്റെ ഇത്താടെ റെസിപ്പിയാണ്. കാരണം ഇത്താണ് എനിക്കിത് പറഞ്ഞു തന്നത്. അന്നേരം അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഇത്താതൊക്കെ കൊടുക്കണമല്ലോ. അങ്ങനെ നമ്മുടെ ദാല് റെഡി ആയിട്ടുണ്ട്. നടന്ന് തിളച്ച് വരുന്നുണ്ട്, കാണുമ്പോൾ അറിയാം ആണ് തിള വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റും കൂടെ അടുപ്പത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദാല് സൂപ്പർ ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെയൊക്കെ കൂട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. എന്നിട്ട് നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ എങ്ങനെയുണ്ടെന്ന്.